എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. അതിനായി നമ്മൾ ബീഫ് നന്നായി കഴുകിയെടുത്ത് കുക്കറിൽ ആക്കിയിട്ടുണ്ട്. കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കറിവേപ്പില കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായി നമ്മുടെ ബീഫിലേക്ക് ഈ മസാലകളെല്ലാം തിരുമ്മി പിടിപ്പിക്കുകയാണ്. നന്നായിട്ടത് കുഴച്ച് നമ്മുടെ ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ നമ്മളത് മാറ്റി വെച്ചാൽ നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം കുക്കറിലിട്ട് നമ്മൾ വേവിച്ചാൽ മതി. ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ അര ഗ്ലാസ് വെള്ളം മാത്രമേ കുക്കറിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ എൻ്റെ കുക്കറിലെ വിസിലനുസരിച്ച് എനിക്ക് 8 വിസിലാണ് വേണ്ടി വന്നത് ബീഫ് വേകാൻ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വ്യത്യാസവും അതുപോലെ തന്നെ ബീഫിൻ്റെ വേവും അനുസരിച്ച് എല്ലാം മാറ്റം ഉണ്ടാവും. അത് നോക്കി തന്നെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കടായിലാണ് ചെയ്യാൻ പോകുന്നത്. കടായി ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് ചെറിയ ഉള്ളി ആദ്യം ഇടുന്നു. ചെറുതായി വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഉള്ളി കൂടി ഇട്ട് നന്നായി വാട്ടുന്നു. ഉള്ളിയെല്ലാം വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും, അതിനുശേഷം പച്ചമുളക്, നമ്മുടെ കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പൊടികൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് മല്ലിപ്പൊടിയുടെ നല്ല ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇവയെല്ലാം ചേർത്ത് നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ച നമ്മുടെ ബീഫ് ആഡ് ചെയ്യുക. ബീഫ് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് ഒരു ഡ്രൈ ആക്കി നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ കുരുമുളക് പൊടി വന്നാലേ അതിൻ്റെ നമ്മുടെ ആ ബീഫിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾക്കൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഈ രീതിയിലൊന്ന് ബീഫ് റോസ്റ്റ് തയ്യാറാക്കണം. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ. ബായ്.